ഒരു വർഷമായി നടക്കുന്ന ഇടതടവില്ലാത്ത ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ അതീവ സംഘർഷ മേഖലയായി മാറ്റിയിരിക്കുന്നു. ഇസ്രയേലിനെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അവരുണ്ടാക്കുന്നതാണോ, അവരെവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്, അതേക്കുറിച്ചൊരു അന്വേഷണമാണ്. കാരണം അത്രയധികം പ്രഹരശേഷി ഇസ്രയേൽ നടത്തി കഴിഞ്ഞു. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ 42,000-ൽ പരം ജീവൻ ഗസയിൽ പൊലിഞ്ഞിരിക്കുന്നു. 2,000-ലധികം, വളരെ കുറച്ച് ദിവസങ്ങളിൽ 2,000-ലധികം ജീവൻ ലെബനനിൽ പൊലിഞ്ഞിരിക്കുന്നു. ഹിസ്ബോളയ്ക്കെതിരെയും ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ നടത്തിയ നീക്കങ്ങൾ. അതുമാത്രമല്ല, ഇറാനെതിരെയുള്ള ഡിഫൻസ് ചെറുത്തുനിൽപ്പിൽ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിലെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ്. അതിൽ ആയുധങ്ങളുടെ പങ്കാണ്, അതെങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ലിമിറ്റ് ചെയ്യാവുന്നത്, ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇസ്രയേൽ വലിയ തോതിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് എന്നാണ് ഏവരുടെയും വിശ്വാസം. അത് ശരിയുമാണ്. ഇസ്രയേലിൻ്റെ ആയുധ കയറ്റുമതിയുണ്ട്. ഇന്ത്യയിലേക്ക് വരെ ഇസ്രയേലിൻ്റെ ആയുധ കയറ്റുമതി നീളുന്നു. എന്നാൽ ഇസ്രയേൽ വലിയ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. ലോകത്തെ 10 വർഷം മുൻപ് വരെ ലോകത്തെ ആയുധ ഇറക്കുമതിയുടെ 38ാമത്തെ സ്ഥാനമായിരുന്നു ഇസ്രയേൽ ഉണ്ടായിരുന്നത്. ഇന്ന് അത് 15ാമത്തെ സ്ഥാനമാണ്. അതായത് ലോകത്ത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 15ാമത്തെ സ്ഥാനമാണ് ഇസ്രയേലിന്. ഇസ്രയേലിൻ്റെ വലിപ്പം നോക്കൂ, ഇത്ര ചെറിയ രാജ്യമാണ്. കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ല. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 മാത്രമേ ഉള്ളൂ. 1 കോടി ജനങ്ങളിൽ താഴെ ജീവിക്കുന്ന ഇസ്രയേലിൻ്റെ ആയുധ ഇറക്കുമതി എന്ന് പറയുന്നത് ലോക ആയുധ ഇറക്കുമതിയുടെ ശതമാനം നോക്കുമ്പോൾ 15ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എവിടെ നിന്നാണിത് വരുന്നത്? പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ആയുധ സപ്ലയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇസ്രയേലിൻ്റെ ആയുധ പുരയെ സത്യം പറഞ്ഞാൽ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയേട്ടനായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇസ്രയേലിൻ്റെ ആയുധങ്ങളുടെ 69% ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. കാലാകാലങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസ് നിയമനിർമ്മാണത്തിലൂടെ ഇസ്രയേലിനുള്ള ആയുധ സഹായം ഉറപ്പാക്കുന്ന നയമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പോലും ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ തന്നെ വലിയ തോതിലുള്ള വർധനയാണ് ആയുധ ഇറക്കുമതിയിൽ ഇസ്രയേലിൽ സംഭവിച്ചത്. അതിൽ സിംഹഭാഗവും എത്തിയത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ഈ അമേരിക്കയുടെ ഒരു കണക്കുകളും കൂടി നോക്കാം. ഒരു വർഷം നിയമപരമായി തന്നെ അമേരിക്ക ശരാശരി സമയത്ത്, യുദ്ധസമയത്തല്ല സാധാരണ സമയത്ത്, ഒരു വർഷം $380 കോടി അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യമുള്ള ആയുധങ്ങളാണ് ശരാശരി ഇറക്കുമതി ചെയ്യുന്നത്. അതിന് പുറമെയാണ് പ്രത്യേക സഹായങ്ങളും പ്രത്യേക ഇറക്കുമതി ഡീലുകളും അതിനും പുറമെയാണ്. എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് ഗസയിലെ അധിനിവേശവും ആക്രമണവും എല്ലാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുത്തനെ കൂടിയിരിക്കുന്നതായി കാണാം. ആദ്യം അതിൻ്റെ കണക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെല്ലാം ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് നോക്കാം. ഏറ്റവും കൂടുതൽ ഇസ്രയേലിന് വേണ്ടത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. നമ്മളതിനെ പൊതുവെ പറയുന്ന പേരാണ് അയൺ ഡോം, അല്ലെ, ഇരുമ്പ് ചട്ട അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ഡോം. അങ്ങനെ ഇത് ഇരുമ്പുമായിട്ടൊരു ബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഡോമുമല്ല. യഥാർത്ഥത്തിൽ ഇത് ആൻറ്റി മിസൈൽ സംവിധാനങ്ങളാണ്. പുറത്തുനിന്ന് കടന്നു വരുന്ന ഏറിയൽ ഒബ്ജക്ട്സിനെ, അത് മിസൈലാകട്ടെ, റോക്കറ്റുകളാകട്ടെ, മൊളോട്ടോവ് കോക്ടെയിലുകളായിക്കൊള്ളട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള ഷെല്ലുകളാകട്ടെ, അവയെ ആകാശമാർഗം തന്നെ തടുത്തുകൊണ്ട് താഴെ ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിക്കുന്നത് തടയാനുള്ള സംവിധാനത്തിനാണ് അവർ ഡോം എന്ന് പറയുന്നത്. അതിന് കുറച്ചുകൂടി ഉറപ്പ് നൽകാൻ വേണ്ടി അയൺ ഡോം എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. പക്ഷേ ഇതൊരൊറ്റ മിസൈലല്ല, ഇതൊറ്റ മിസൈൽ സംവിധാനവുമല്ല. അത് 3 ലെവലുകളിൽ വിന്യസിച്ചിരിക്കുന്ന സംവിധാനമാണ്. ഏറ്റവും ഔട്ടർ ലെയറായിട്ട് നമ്മൾ കരുതുന്നത് അയൺ ഡോം എന്ന് തന്നെ പറയുന്ന സംവിധാനത്തെയാണ്. അത് ഹ്രസ്വ ദൂരം 15 കിലോമീറ്റർ മുതൽ ഒരു 100-150 കിലോമീറ്റർ വരെയുള്ള ചെറിയ പ്രദേശത്ത് നിന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്ന മിസൈലുകൾ, ഒബ്ജക്റ്റുകൾ, ഷെല്ലുകൾ മുതലായവയെ തടയുന്നതിനുള്ള ഹ്രസ്വ ദൂര മിസൈൽ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഈ ഡോം, അയൺ ഡോം എന്ന് പറയുന്ന ജനറൽ കാര്യങ്ങൾ. എന്നാൽ അയൺ ഡോം എന്ന് നമ്മൾ വിശാലാർത്ഥത്തിൽ പറയുമ്പോൾ അതിൽ 2 വ്യത്യസ്തമായ ഘടകങ്ങൾ കൂടി ചേരുന്നു. അതിലൊന്നാണ് ഡേവിഡ്സ് സ്ലിംഗ്. നമുക്കറിയാം ഫെലിസ്തീനായ ഗോലിയാത്തിനെ, ഫെലിസ്തീൻ എന്ന് പറയുന്നത് ഗാസയാണ് കേട്ടോ, അതും കൂടി ഓർക്കണം. ഫെലിസ്തീനയുടെ നാട് ഗാസയാണ്. അപ്പോൾ ഫെലിസ്തീനായ വലിയ ആജാനുബാഹുവായ ഗോലിയാത്തിനെ കൊല്ലാനായി ദാവീദ് എന്ന ബാലൻ ഉപയോഗിച്ച കവണ, സ്ലിംഗ്, ആ സ്ലിങ്ങിൻ്റെ പേരിലാണ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെ അല്ലെങ്കിൽ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനുള്ള
ആകാശ പ്രതിരോധ മിസൈൽ സംവിധാനം. അതാണ് ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന സംവിധാനം. മൂന്നാമത്തേത് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, എക്സ്പെൻസീവുമാണ്. അതിൻ്റെ പേരാണ് ആരോ. ഇപ്പോൾ ആരോ 300 നിൽക്കുന്നു, ആരോ 200, 300 എന്നിങ്ങനെ. ആരോ എന്ന് പറയുന്നത് അമ്പാണ്. ആ അമ്പെന്ന് പറയുന്നത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ. ഇറാനിൽ നിന്നും ഇനി ഹൂതികൾ അയച്ച യമനിൽ നിന്ന് വരുന്ന മിസൈലുകൾക്ക് 2000-ഓളം കിലോമീറ്റർ അകലിൽ നിന്നും വരുന്ന ഏറിയൽ ഒബ്ജക്ട്സാണ്. അവയിൽ പലതും ഹൈപ്പർസോണിക് മിസൈലുകളുമാണ്. അതുമാത്രമല്ല, തറയിൽ നിന്നും ഗതി നിയന്ത്രിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇതെല്ലാം. അങ്ങനെയുള്ള മിസൈലുകളെ തടുക്കുന്നതിന് അത്യന്താധുനിക ശേഷിയുള്ള ഡിഫൻസ് സിസ്റ്റമാണ് ആരോ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ അയൺ ഡോം എന്ന് പൊതുവേ പറയുന്ന ഈ സംവിധാനം റഫാൽ കമ്പനിയുമായി ചേർന്നുകൊണ്ട് അമേരിക്കയാണ് ഇസ്രായേലിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇസ്രായേലും അമേരിക്കയും കമ്പനിയായ റഫാലും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വികസിപ്പിച്ചെടുത്ത, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ താല്പര്യം കൂടി വെച്ചുകൊണ്ട് പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഏറിയൽ ഡിഫൻസ് സംവിധാനമാണ്. അപ്പം ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ ഒരു നല്ല പങ്കും ഈ പറയുന്ന മിസൈൽ പ്രതിരോധ, മിസൈൽ വേധ, മിസൈൽ സംവിധാനമാണ്. അതാണൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഫൈറ്റർ പ്ലെയിൻസാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയും ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾക്കെതിരെയും ഒന്നൊന്നായി എടുത്താൽ ഏറിയൽ സൂപ്രമസി ഉണ്ട്. ഏറിയൽ സൂപ്രമസി എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ വാഴുന്നവന് മാത്രമേ കരയിലെ യുദ്ധത്തിൽ മുന്നോട്ട് പോകാനാവൂ. അതുകൊണ്ടാണ് ഹമാസിന് നേരെ നിരന്തരം വലിയ ബോംബാക്രമണങ്ങൾ നടത്തി ഹമാസിൻ്റെ തറയിലെ ടാർഗറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ വർഷിക്കാനുള്ള ലോഞ്ചറുകൾ, മിസൈൽ ലോഞ്ചിങ് പാഡുകൾ എല്ലാം നശിപ്പിച്ചതിന് ശേഷം, അവരുടെ ബങ്കറുകൾ പോലും നശിപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ കരസേന ഗസയിലേക്ക് കയറിയത്. നമുക്കറിയാം, ഗസയിലേക്ക് കരസേന കയറി എത്ര കാലമായി, 1 വർഷമായി പൂർണ്ണമായി ഹമാസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് വ്യോമ ആക്രമണ സംവിധാനങ്ങൾ കാര്യക്ഷമമായെങ്കിൽ മാത്രമേ ഇസ്രായേലിന് മുന്നോട്ട് പോകാനാവൂ. അതുകൊണ്ടാണ് വിമാനങ്ങൾ ഒരു വലിയ ഘടകമായി വരുന്നത്. മിസൈലുകൾ മാത്രമല്ല, മിസൈലുകൾ പല രീതിയിലുള്ള മിസൈലുകൾ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതും വിദേശത്ത് വരുന്നതുമായ മിസൈലുകളുണ്ട്. മുൻപ് ഉള്ള പേട്രിയോട്ട് മിസൈൽ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുൻകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അതിന് പുറമെയാണ് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിൽ നിന്നുള്ള മിസൈലുകളും എയർക്രാഫ്റ്റുകളും. അപ്പോൾ 2 തരം പ്രത്യേക എയർക്രാഫ്റ്റുകളാണ് F-15ഉം F-35. F-35 വളരെ ആധുനിക വിമാനമാണ്. അത് സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് പറയും. കൃത്യമായ പ്രിസിഷൻ ബോംബിങ് സാധിക്കുന്ന വലിയ പ്രഹരശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകളുടെ ഒരു വലിയ ശേഖരം ഇസ്രായേലിനുണ്ട്. ഇതെല്ലാം അമേരിക്കയിൽ നിന്നും കടന്നു വരുന്നതാണ്. അതുമാത്രമല്ല, ബോംബുകൾ, അമേരിക്കയിൽ നിന്നും കടന്നു വരുന്ന ബോംബുകളുണ്ട്. GBU-39 എന്ന് പറയുന്ന ബോംബുകൾ. ഈ പ്രഹരശേഷി ഉണ്ടാകണമെങ്കിൽ വിമാനങ്ങൾ തലങ്കും വിലങ്കും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിമാനം ബോംബുകൾ വർഷിക്കാൻ കഴിയണം. അതിന് പ്രഹരശേഷിയും കൃത്യതയുമുള്ള ബോംബുകൾ ഉണ്ടാകണം. ഈ ബോംബുകളുടെ സിംഹഭാഗവും കൊടുക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. GBU-39 സിസ്റ്റം, അതിൻ്റെ 1000 ബോംബുകളാണ്. യുദ്ധം തുടങ്ങി 7-ാം തീയതി യുദ്ധം തുടങ്ങുന്നു, അല്ലെങ്കിൽ ആക്രമണം നടക്കുന്നു. ഉടനെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. കൃത്യം 3 ദിവസത്തിനുള്ളിൽ ഒക്ടോബർ 10, 2023 അന്നേരം തന്നെ 1000 ബോംബുകൾ കൺസൈൻമെൻ്റ് എത്തുകയാണ്. പിന്നീട് പല പല ബാച്ചുകളിലായി അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച ബോംബുകൾ ഇസ്രായേലിൻ്റെ ആവനാഴിയിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് വിമാനങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ എന്നിവയെല്ലാമായി അമേരിക്ക വലിയ സഹായമാണ്. പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് ഇസ്രായേലിനുള്ള സഹായം 2000 കോടി, ശരാശരി ഒരു വർഷം 380 കോടി മതിയാകും. കരാർ അനുസരിച്ച് പ്രത്യേക ഒരു അവസരത്തിൽ 2000 കോടിയിലേക്ക് ആ ഒരു ആം സപ്ലൈ, അതിൻ്റെ മൂല്യം ഉയർത്തുന്ന അമേരിക്കയെ കണ്ടു. അങ്ങനെ അമേരിക്കയുടെ എന്ന വലിയേട്ട സഹായം, അതിന് പുറമെയാണ് അമേരിക്ക നേരിട്ട് നൽകുന്ന ഒരു സംരക്ഷണം. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ, അതുപോലെ അമേരിക്കയുടെ മറ്റ് ഡിസ്ട്രോയേഴ്സ് എല്ലാം തന്നെ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും അതുപോലെ പേർഷ്യൻ ഗൾഫ് മേഖലയിലുമായി ചുറ്റിക്കറങ്ങുന്നു. അതെല്ലാം ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനാണ്. ഇനിയും അമേരിക്ക മാത്രമല്ല ഇസ്രായേലിനുള്ള ആം സപ്ലയർ. റഷ്യ, ജർമ്മനി വലിയൊരു സപ്ലയറാണ്. ഏതാണ്ട് 28% ആയുധങ്ങൾ നൽകുന്നത് ജർമ്മനിയാണ്. അപ്പം പീരങ്കി ഷെല്ലുകളും ടാങ്കുകൾ ഉപയോഗിക്കാവുന്ന ഷെല്ലുകളും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള സഹായമാണ്. പ്രത്യേകിച്ച് നേവൽ
ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇസ്രയേലിൻ്റെ നേവൽ ഇൻഫ്രാസ്ട്രക്ചർ സാമാന്യം ദുർബലമാണ്. അവരുടെ എയർഫോഴ്സിനോളം കരുത്തില്ല നാവിക സംവിധാനത്തിന്. കാരണം ഇസ്രയേലിനുള്ള പോർട്ടുകൾ, മെഡിറ്ററേനിയൻ പോർട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതേസമയം ചെങ്കടലിലേക്ക് ഇറങ്ങാവുന്ന പോർട്ട് പലപ്പോഴും ഹൂതികളും അറബ് രാജ്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് അവിടെ ഇസ്രയേലിന് ദൗർബല്യമുണ്ട്. അത് പരിഹരിക്കാനായി ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സഹകരണമാണ് നാവിക സേനയ്ക്ക് നൽകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ, ഇറ്റലി ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. ഇതെല്ലാം രാജ്യങ്ങളെല്ലാം ഇസ്രയേലിൻ്റെ ചെറിയ തോതിൽ, അത് ഏതാണ്ട് മൊത്തം ആയുധ സപ്ലൈയുടെ 1%-2% മാത്രമേ വരൂ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സപ്ലൈ. അതുകൊണ്ട് അമേരിക്കയും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇസ്രയേലിനെ അടിമുടി ആയുധം അണിയിക്കുന്നത്. അപ്പം സമാധാനത്തിനുള്ള പ്രീ റിക്വസിറ്റ് എന്താണ്? ഇസ്രയേലിനുള്ള ആയുധ സപ്ലൈ നിയന്ത്രിക്കുക. ഇസ്രയേലിനെ പരമാവധി ആയുധം അണിയിച്ചാൽ ഇസ്രയേൽ അത് ഉപയോഗിക്കും. അതേസമയം തന്നെ ഇറാനെയും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങൾ കടന്നു വരുന്ന റൂട്ട് അടയ്ക്കാൻ കഴിയുക. അല്ല, ഇസ്രയേലിനെ മാത്രം ആയുധപരമായി ഞെരുക്കിയിട്ട് കാര്യമില്ല. അയൽ പ്രദേശങ്ങളെയും പ്രത്യേകിച്ച് മിലിഷ്യകൾക്ക് ഇറാനിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിർത്തുക. ഇത് സാധിക്കണം. പ്രത്യേകിച്ച് ഇറാനെതിരെ ആയുധ ഉപരോധമുണ്ടാകണം, ഇസ്രയേലിനെതിരെയും ആയുധ ഉപരോധങ്ങൾ ഉണ്ടാകണം. ഈ ആയുധ ഉപരോധത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹം വിചാരിച്ചാൽ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമേ യുദ്ധം ചെയ്യാനാവൂ. അതിനൊരു പരിധിയുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇറാൻ തന്നെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സിംഹഭാഗവും റഷ്യയിൽ നിന്ന് വരുന്ന ആയുധങ്ങളാണ്. മറ്റ് പലയിടത്തു നിന്നും ഇറാൻ അത് സോഴ്സ് ചെയ്യുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-300 മിസൈൽ സിസ്റ്റം, ഇതെല്ലാം കടന്നു വരുന്നത് റഷ്യയിൽ നിന്നാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ത്യക്ക് റഷ്യ നൽകിയ S-400 മിസൈൽ വേധ സംവിധാനം, അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി ലോവർ ഗ്രേഡാണ് S-300. ഇസ്രയേൽ പുതിയ S-400 വേണ്ടി റഷ്യയോട് ആവശ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള ആയുധ സപ്ലൈ കുറച്ചുകൊണ്ട് വരിക എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ സംഘർഷം കനപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട പോംവഴി. അതിലേക്ക് കൂടി വർഷം ഒന്ന് തികയുന്നു യുദ്ധത്തിന്. യുദ്ധവിരാമം ഉണ്ടാകുന്നില്ല, എസ്കലേഷൻ മാത്രമാണ് ഉണ്ടാകുന്നത്. വർദ്ധിത വീര്യത്തോടുകൂടി രാജ്യങ്ങൾ പരസ്പരം മുഖാമുഖം പോരടിച്ച് നിൽക്കുമ്പോൾ ആയുധങ്ങളുടെ ഇറക്കുമതി തടയാൻ, കുറച്ചു കൊണ്ടുവരാൻ, ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ബിസിനസ് താല്പര്യങ്ങൾ മാറ്റി നിർത്തി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ലോകസമാധാനം ഉണ്ടാകൂ. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അതുകൊണ്ടുണ്ടാകുന്ന ലാഭക്ഷമത, അതെല്ലാം തൽക്കാലത്തേക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് കുറേയൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള സൗമനസ്യം ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും കാട്ടിയാൽ യുദ്ധത്തിന് ഒരു വലിയ എസ്കലേഷൻ ഉണ്ടാകാതെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.